Mechanics of machinery, we reached till inversions of mechanism. Now, before getting into the details of inversions, we had discussed the topic related to degrees of freedom. അല്ലേ? ഓർമ്മയില്ലേ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഡിസ്കസ് ചെയ്തത്? Now, degrees of freedom usually DOF എന്നാണ് എക്രോണിമായിട്ട് യൂസ് ചെയ്യുക. ഡിഗ്രീസ് ഓഫ് ഫ്രീഡം നീട്ടി എഴുതാതെ യൂഷ്വലി DOF ആണ്. ആൻഡ് the Kutzbach equation was related to the term F, where F is known as the number of degrees of freedom. Kutzbach equation, I hope you all remember, right? Then F was equal to 3 into n minus 1 minus 2j minus h. ഇതേ സാധനം ഞാൻ പറഞ്ഞു വേറെ പല രീതിയിൽ നിങ്ങൾക്ക് കാണാം. ജെക്ക് പകരം പി എന്നുള്ള ടേം ഉണ്ടാവും. പി എന്ന് പറഞ്ഞാൽ ലോവർ പേയേഴ്സ് ആണ്, ഡയറക്റ്റ് പി എന്ന് ഉപയോഗിച്ചിട്ടുണ്ടാവും. എൻ എന്നുള്ള ടേമിന് പകരം എൽ യൂസ് ചെയ്തിട്ടുണ്ടാവും. നമ്പർ ഓഫ് ലിങ്ക്സ് പല രീതിയിലുണ്ടാവും. സോ വാട്ട് എവർ ബി ദി ഇക്വേഷൻ ദാറ്റ് യു ആർ യൂസിങ്, you have to explain the terms or alphabets that you have used in the equation. How do we apply this Kutzbach equation? See, Kutzbach equation എന്ന് പറഞ്ഞാൽ is basically suggests the mobility of a mechanism. ഞാൻ എന്തിനാണ് ഈ ടേംസ് എല്ലാം പറയുന്നത് പറഞ്ഞാൽ, ഇൻ ദ ക്വസ്റ്റ്യൻ പേപ്പർ യു മൈറ്റ് സീ സച്ച് ടേംസ്. മൊബിലിറ്റി എന്ന് ഉദ്ദേശിച്ചത് ഒരു മെക്കാനിസത്തിന് ഏതൊക്കെ രീതിയിൽ മൂവ് ചെയ്യാം, വാട്ട് ആർ ദ മോഷൻ ക്യാരക്ടറിസ്റ്റിക്സ് ദാറ്റ് വിൽ ബി എക്സിബിറ്റഡ് ബൈ ദി കോമ്പണൻസ് ഓഫ് എ മെക്കാനിസം. മെക്കാനിസം എന്ന് പറഞ്ഞാൽ മെക്കാനിസം എന്താണെന്നുള്ളത് നിങ്ങൾക്കൊരു ധാരണയുണ്ട് അല്ലെ? ഇറ്റ് കംസ് ഫ്രം കൈനമാറ്റിക് ചെയിൻ. സോ ഇഫ് യു ഹാവ് എ കൈനമാറ്റിക് ചെയിൻ ഓർ കൈനമാറ്റിക് ലിങ്കേജ് വിത്ത് യു and you are supposed to check the mobility of that kinematic chain. So mobility എന്ന് ഉദ്ദേശിക്കുന്നത് ഏത് രീതിയിൽ അതിൻ്റെ കോമ്പണൻസ്, അതായത് അതിലെ ലിങ്ക്സ് മൂവ് ചെയ്യും. ഈ മൊബിലിറ്റി കണ്ടുപിടിക്കാനാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? കുട്സ്ബാക്ക് ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് വി ആർ ഫൈൻഡിങ് ഔട്ട് ദി നമ്പർ ഓഫ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. കേൾക്കുന്നില്ല പറയുന്നത്? Okay. Now let us look into few examples. ജസ്റ്റ് ഒന്ന് രണ്ട് എക്സാമ്പിൾ നോക്കാം, നമ്മൾ എങ്ങനെയായിരിക്കും മൊബിലിറ്റി കണ്ടുപിടിക്കുക എന്നുള്ളത്. ഈ മൊബിലിറ്റി കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ ഇനി മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഞാൻ പറഞ്ഞു നമുക്ക് ഏറ്റവും സ്റ്റാൻഡേർഡൈസ്ഡ് ആയിട്ടുള്ള ടെക്സ്റ്റ് ബുക്ക് ഫോർ തിയറി ഓഫ് മെഷീൻസ് എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ഓതർ SS രത്തൻ്റെ ടെക്സ്റ്റ് ബുക്കാണ്. SS രത്തൻ. ദിസ് ഈസ് ദ മോസ്റ്റ് സ്റ്റാൻഡേർഡൈസ്ഡ് ഇന്ത്യൻ ടെക്സ്റ്റ് ബുക്ക് ദാറ്റ് വി ക്യാൻ റെഫർ ഫോർ തിയറി ഓഫ് മെഷീൻസ്. തിയറി ഓഫ് മെഷീൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പം പഠിക്കുന്ന മെക്കാനിക്സ് ഓഫ് മെഷീനറി ഇൻക്ലൂഡ് ചെയ്യപ്പെടും. SS രത്തനുണ്ട്, അതുപോലെ PL ബെല്ലാനി. ഈ രണ്ട് ടെക്സ്റ്റാണ് നമുക്ക് സിലബസ് പറയുന്ന ടെക്സ്റ്റ്. അത് മാത്രമല്ല ഓൾ ഓവർ ഇന്ത്യ തിയറി ഓഫ് മെഷീൻസിന് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഇന്ത്യൻ ഓതേഴ്സിൻ്റെ ടെക്സ്റ്റ് ബുക്ക്. ഓക്കെ, ഇനി ഫോറിൻ ഓതേഴ്സിൻ്റെ ടെക്സ്റ്റ് ബുക്ക് ആയാൽ നമുക്കൊരു ഷീഗ്ലിൻ്റെ ടെക്സ്റ്റ് ബുക്ക് ഉണ്ട്. ഫുൾ പേര് ഞാൻ മറന്നുപോയി, JL ഷീഗ്ലിയോ അങ്ങനെ എന്തോ ആണ് പേര്. ഷീഗ്ലിൻ്റെതും തിയറി ഓഫ് മെഷീൻസ് എന്നാണ് ബുക്കിൻ്റെ പേര്. അതുപോലെ സാഡ്ലർ എന്ന് പറഞ്ഞ ഓതർ ഉണ്ട്, സാഡ്ലർ. മൂപ്പരതും മെക്കാനിക്സ് ഓഫ് മെഷീൻസോ അങ്ങനെ എന്തോ ആണ് ടെക്സ്റ്റ് ബുക്കിൻ്റെ പേര്. ഇതാണ് രണ്ട് ബെസ്റ്റ് ഫോറിൻ ഓതർ ടെക്സ്റ്റ് ബുക്ക്. ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് യു ക്യാൻ റെഫർ ഐദർ SS രത്തൻ ഓർ PL ബെല്ലാനി. ഇതിലേതെങ്കിലും റെഫർ ചെയ്താൽ സുന്ദരമായിട്ട് ഇതിൻ്റെ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാം. ദ ടെക്സ്റ്റ് ബുക്സ് ആർ അവൈലബിൾ ഇൻ ദ ലൈബ്രറി. അതുപോലെ തന്നെ വൺ അതർ ബുക്ക് ദാറ്റ് യു ക്യാൻ റെഫർ. അത് ഒരു പുസ്തകം കൂടിയുണ്ട്, ദാറ്റ് ഈസ് തിയറി ഓഫ് മെഷീൻസ് ബൈ VP സിംഗ്. ഈ ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾക്ക് നോക്കാം. ഓക്കെ, ഇത്രയും ടെക്സ്റ്റ് ബുക്സ് ആർ അവൈലബിൾ. ഇതിൽ യു ക്യാൻ ഫോളോ SS രത്തൻ, PL ബെല്ലാനി ഓർ VP സിംഗ്. ഇതിൽ ഏത് ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഓൺലൈനായിട്ട് ഇതിൻ്റെ PDFs കിട്ടുമോ നോക്കുക. ഓക്കെ, എല്ലാവരും നോക്കണം, കാരണം ദ സബ്ജക്റ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ന്യൂമറിക്കൽ കൂടുതലുള്ള സബ്ജക്റ്റാണ്. സോ ഡെഫിനറ്റ്ലി
ഇതിൻ്റെ PDF കിട്ടുമോ എന്നുള്ളത് നോക്കുക. ഇതിലേതെങ്കിലും ഒന്ന് നിങ്ങളുടെ കയ്യിലുണ്ടാവണേ. SS രത്തൻ, PL ബെല്ലാനി അല്ലെങ്കിൽ BP സിംഗ്, ഇതിലേതെങ്കിലും ഒന്ന് നിങ്ങളുടെ കയ്യിലുണ്ടാവണം. ഇനി ടെക്സ്റ്റ് ബുക്കിൻ്റെ കാര്യം ഞാൻ എന്തുകൊണ്ടാണ് പറഞ്ഞതെന്ന് പറഞ്ഞാൽ, ഈ മെക്കാനിസംസ് അല്ലെ ലിങ്കേജസ്, when you start reading about that in the reference textbooks, the representation, the line diagram representation might be a bit different in different textbooks. For example, SS രത്തനാണ് നിങ്ങൾ നോക്കുന്നെങ്കിൽ ഇപ്പം സാധാരണ നമുക്കിപ്പം ഒരു 4 ബാർ മെക്കാനിസം ഈ രീതിയിൽ നമുക്ക് കാണിക്കാം. ഇതിൻ്റെ അർത്ഥം 1, 2, 1, 2, 3 ലിങ്ക് മാത്രം ഉണ്ട് എന്നല്ല ഇതിൻ്റെ അർത്ഥം. ഈ ഫിക്സഡ് പാർട്ട് നോക്ക്, ഫിക്സഡ് സെക്ഷൻ, ഈ 2 സാധനങ്ങളും ദേ ഓൾസോ ആക്ട് ആസ് എ ലിങ്ക്. ഇതൊന്നിക്ക് നമുക്ക് ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ എങ്ങനെ ചെയ്യാം, ഇതേപോലെ വരച്ചിട്ട് ഇവിടെ ഒരു 4th ലിങ്ക് വരച്ചിട്ട് ഈ 4th ലിങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, ഫിക്സേഷൻ അപ്ലൈ ചെയ്യാം. ഈ രീതിയിലും റെപ്രസെൻറ്റ് ചെയ്യാം. മനസ്സിലാവുന്നുണ്ടോ? ക്ലിയർ ആവുന്നുണ്ടോ? ഓക്കെ. നൗ ഇഫ് യു ലുക്ക് അറ്റ് SS രത്തൻ ടെക്സ്റ്റ് ബുക്ക് ആണെങ്കിൽ ചിലപ്പോൾ അഡീഷണൽ ആയിട്ട് ഇവിടെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ടാവും. ഇതിൻ്റെ അർത്ഥം ഇതൊരു ലൂപ്പ് ഫോം ചെയ്യുന്നുണ്ടെന്നാണ്. ദാറ്റ് മീൻസ് നമ്മൾ ഇങ്ങനെ ഒരു സിംഗിൾ ലൈനിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നതും ഈ സിംഗിൾ ലൈനിൻ്റെ കൂടെ നമ്മൾ ഇങ്ങനെ ഒരു പാർട്ടായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നതും സെയിം ആണ്. അതായത് ഇവിടെ എൻ്റെ ഈ ഫിക്സഡ് പാർട്ട് ഉണ്ടല്ലോ, ഈ ഫിക്സഡ് പാർട്ടാണ് എൻ്റെ ലിങ്ക് നമ്പർ 1. അപ്പോൾ 2 ഫിക്സഡ് റെപ്രസെൻറ്റേഷനുള്ള 2 സ്ഥലത്ത് ഞാൻ ലിങ്ക് നമ്പർ 1 എന്ന് കൊടുത്തു. ദിസ് ഈസ് ലിങ്ക് നമ്പർ 2. ലിങ്ക് നമ്പർ 3 എന്ന് പറഞ്ഞാൽ ഇതാണ്. ബട്ട് ഈ രീതിയിലാണ് ഫിഗർ കൊടുക്കുന്നതെങ്കിൽ ഇത് ടോട്ടലായിട്ട് എൻ്റെ ലിങ്ക് നമ്പർ 3 തന്നെയാണ്, ഡിഫറൻസ് ഒന്നുമില്ല. ആൻഡ് ദിസ് ബിക്കംസ് ലിങ്ക് നമ്പർ 4. ഞാൻ എന്തുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു പറഞ്ഞാൽ, ദീസ് ഡിഫറെൻറ്റ് സെറ്റ്സ് ഓഫ് റെപ്രസെൻറ്റേഷൻസ് യു വിൽ ഫൈൻഡ് ഇൻ ടെക്സ്റ്റ് ബുക്സ് ആസ് യു ചേഞ്ച് ടെക്സ്റ്റ് ബുക്സ് മാറിക്കൊണ്ടിരിക്കുമ്പോൾ ഈ രീതിയിലുള്ള മാറ്റങ്ങൾ നിങ്ങൾ കാണും. ബട്ട് ഇതിൽ വറീഡ് ആവേണ്ട ആവശ്യമില്ല. ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്താലും മറ്റേപോലെ റെപ്രസെൻറ്റ് ചെയ്താലും രണ്ടും സെയിം ആണ്. മനസ്സിലാവുന്നുണ്ടോ? Yes, sir. Okay. അങ്ങനെയാണെങ്കിൽ let us look into few examples where you are supposed to calculate the mobility of the mechanism. മെക്കാനിസത്തിൻ്റെ മൊബിലിറ്റി നമുക്കൊന്ന് നോക്കാം. Okay, if this is the line diagram shown for a kinematic linkage, find out the degrees of freedom. എങ്ങനെയാണ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം കാൽക്കുലേറ്റ് ചെയ്യാം? നമുക്ക് ഇക്വേഷൻ അറിയാം. F is equal to 3 into n minus 1 minus 2j minus h. You have the equation. നമ്മൾ ആദ്യം n അറിയണം, നമ്പർ ഓഫ് ലിങ്ക്സ് അല്ലേ. നമ്പർ ഓഫ് ലിങ്ക്സ് നമ്മൾ വെറുതെ ഏതൊരു ഫിഗർ നിങ്ങൾക്ക് ഇങ്ങനെ യൂണിവേഴ്സിറ്റിക്കോ CTസിനോ ക്വസ്റ്റ്യൻ കിട്ടിയാലും നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, ക്വസ്റ്റ്യൻ പേപ്പർ എന്നുള്ള ലിങ്ക് നിങ്ങളെ ആൻസർ ബുക്കിലേക്ക് ഒന്ന് മാറ്റി വരക്കണം. നിങ്ങൾ സ്കെയിലൊന്നും എടുത്ത് വരക്കണമെന്നൊന്നുമില്ല, ജസ്റ്റ് ഫ്രീ ഹാൻഡായിട്ട് വരച്ചാൽ മതി. വരച്ചതിന് ശേഷം ഈ ലിങ്കിൻ്റെ മേലെ നിങ്ങൾ നമ്പർ ചെയ്യാം. നമ്പർ ചെയ്യുന്ന ലിങ്ക് റെപ്രസെൻറ്റ് ചെയ്യുന്ന എപ്പോഴും നമ്മളൊരു നമ്പർ ഇട്ട് അതിനൊരു വട്ടം കൂടി വരക്കണം. ദിസ് ഈസ് ദ വേ ദറ്റ് യു ഷുഡ് മാർക്ക് ഓർ റെപ്രസെൻറ്റ് ദ നമ്പറിങ് ഓഫ് എ ലിങ്ക്. ഈ രീതിയിൽ ചെയ്താൽ പിന്നെ കൺഫ്യൂഷൻസ് ഉണ്ടാവില്ല. ഓക്കെ, സോ ലെറ്റ് us സ്റ്റാർട്ട് മാർക്കിംഗ്. ഇതിൽ എത്ര ലിങ്ക്സ് ഉണ്ടാവും? 1, 2, 3, 4. വേറെ ഉണ്ടോ? വേറെ ഏതാണ്ടാവുക? ഈ സെക്ഷൻ ഉണ്ടല്ലോ, ഈ സെക്ഷൻ ഒരു ലിങ്കാണെന്ന് നിങ്ങൾ ധരിക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ്. കാരണം അതുകൊണ്ട് ഞാൻ ഈ ഫിഗർ വരച്ചത്. ഈ സെക്ഷൻ ദിസ് ബിക്കംസ് ആസ് എൻ എക്സ്റ്റൻഷൻ ഓഫ് ലിങ്ക് നമ്പർ 1.
ലിങ്ക് നമ്പർ 1ന്റെ ഇവിടെ ഒരു ജോയിന്റ് കാണിച്ചിട്ടുണ്ടെങ്കിലും ഇതൊരു എക്സ്റ്റൻഷനാണ്. കാരണം ഒരേ പാത്ത്. ഇനി ഈ ഫിഗർ നിങ്ങൾക്ക് ഇങ്ങനെ മാത്രമല്ല വരിക, ഇതിൽ ഏതാണ് ഫിക്സഡ് ലിങ്ക് എന്ന് കാണിക്കും, എന്നാലേ മൊബിലിറ്റിന് ഫിക്സേഷൻ മാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ സെക്ഷൻ ഒരു സിംഗിൾ ലിങ്ക് അല്ല. ദിസ് ഈസ് എൻ എക്സ്റ്റൻഷൻ ഓഫ് ദ ഫസ്റ്റ് ലിങ്ക് ഇറ്റ്സെൽഫ്. Similarly, if you look at this part, this is also an extension of the third link. So additional ആയിട്ട് ഇവിടെ വരുന്ന ലിങ്ക് എന്ന് പറഞ്ഞാൽ ഇത് മാത്രമാണ്. ഫിഫ്ത്ത് വൺ മനസ്സിലാവുന്നുണ്ടോ? ക്ലിയർ ആവുന്നുണ്ടോ? ഓക്കെ. സോ n നമുക്ക് കിട്ടി എത്ര? 5. ഇനി നമ്മൾ നമ്പർ ഓഫ് ലോവർ പെയർസ് നോക്കണ്ട. സോ ലോവർ പെയർസ് നോക്കുന്നതിന് പകരം നമുക്ക് എന്ത് ചെയ്താൽ മതി, നമുക്ക് ജോയിൻസ് എണ്ണിയാൽ മതി അല്ലേ? സോ ജോയിൻസ് എണ്ണുമ്പോൾ എപ്പോഴും നിങ്ങളെ ആൻസർ ബുക്ക്ലെറ്റിലേക്ക് വരക്കുന്ന ഫിഗറിൽ ജോയിൻസിന് ബൈനറി ആയിട്ടോ ടെർണറി ആയിട്ടോ അല്ലെങ്കിൽ ക്വാർട്ടേണറി ആയിട്ടോ മാർക്ക് ചെയ്യാം. ഈ 1ഉം 2ഉം തമ്മിൽ ഉണ്ടാക്കുന്ന ഇറ്റ്സ് എ ബൈനറി ലിങ്ക്. ദിസ് ഈസ് അഗെയിൻ എ ബൈനറി ലിങ്ക്, സോറി ബൈനറി ജോയിന്റ്. Now see, even though ഈ താഴെയുള്ള horizontal line is completely link number 1, you have a joint here. ലിങ്ക് നമ്പർ 1ഉം ലിങ്ക് നമ്പർ 4ഉം കണക്ട് ചെയ്യുന്ന ജോയിന്റ് ആണ്. ദാറ്റ്സ് എ ബൈനറി ലിങ്ക്. സിമിലർലി 3ഉം 4ഉം കണക്ട് ചെയ്യുന്ന ജോയിന്റ് കൂടി ഉണ്ട്, അഗെയിൻ എ ബൈനറി ലിങ്ക്. 3ഉം 5ഉം കണക്ട് ചെയ്യുന്ന ലിങ്ക് ഉണ്ട്, ദാറ്റ് ഈസ് അഗെയിൻ എ ബൈനറി ലിങ്ക്. 5ഉം 1ഉം കണക്ട് ചെയ്യുന്ന ലിങ്ക് ഉണ്ട്, ബൈനറി ലിങ്ക്, ബൈനറി ജോയിന്റ് സോറി. സോ എത്ര ബി ഉണ്ട്, എത്ര ടി ഉണ്ട്, എത്ര ക്യൂ ഉണ്ട് എന്ന് എണ്ണിയാൽ മതി. ഇപ്പോൾ ജെ എന്ന് പറയുമ്പോൾ ഞാൻ എത്ര ബി ആണ് ഉള്ളത് ഇവിടെ? 1 2 3 4 5 6. വി ഡോണ്ട് ഹാവ് എനി ടി ഓർ വി ഡോണ്ട് ഹാവ് എനി ക്യൂ. ടിയും ഇല്ല, ക്യൂ ഇല്ല, ബി മാത്രമേ ഉള്ളൂ. ഹയർ പെയർ ഉണ്ടോ? ഇല്ല. കാരണം നമ്മൾ കാണുന്നതെല്ലാം എന്താണ്? ടേണിംഗ് പെയേഴ്സ് ആണ്. രണ്ട് ലിങ്കുകൾ തമ്മിൽ ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ ഒരു പിവട്ടിൽ ജോയിൻ ചെയ്തിട്ടുള്ള. സോ വാട്ട് വി സി ആർ ഓൾ ടേണിംഗ് ലിങ്ക്സ്. സോ നൗ യു ക്യാൻ കാൽക്കുലേറ്റ് എഫ് ഈസ് ഈക്വൽ ടു 3 into 5 minus 1 minus 2 into 6. What will be the answer? Answer എത്രയാ? ആൻസർ എത്രയാ? 0. 0. 0 എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? Structure. F is equal to exactly, very good. F is equal to 0 എന്ന് പറഞ്ഞാൽ the given kinematic chain won't become a mechanism, it will remain as a structure. ഇനി ആ ഫിഗർ നിങ്ങളൊന്ന് ലോജിക്കലി ആലോചിച്ച് നോക്കിയാൽ അത് സ്ട്രക്ചർ തന്നെ ആയിരിക്കും, കാരണം അതിൽ മോഷൻ ഉണ്ടാവില്ല അല്ലേ? ഇതിനൊരു മോഷൻ വരണ്ടിക്കല് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇതിനൊരു മോഷൻ വരണം എന്നുണ്ടെങ്കിൽ ഒന്നിക്കലും ഞാൻ ഈ 4th ലിങ്ക് ഒഴിവാക്കണമായിരുന്നു, അല്ലെങ്കിൽ 5th ലിങ്ക് ഒഴിവാക്കണമായിരുന്നു. ആ സെക്ഷൻ അങ്ങ് പോയിട്ടുണ്ടെങ്കിൽ ഇതൊരു 4 ബാർ മെക്കാനിസം ആക്കി നമുക്ക് മാറ്റാം. പക്ഷെങ്കിൽ ഈ രണ്ട് സാധനം ഉള്ളതുകൊണ്ടാണ് ഇതൊരു സ്ട്രക്ചർ ആയിട്ട് തന്നെ നിൽക്കുന്നത് അല്ലേ? നമ്മൾ ക്ലാസ്സിൽ പഠിച്ച എക്സാമ്പിൾ പോലെ ഈ ഒരു ലിങ്ക് ഒരു ട്രയാങ്കിൾ ലിങ്കേജ് ഞാൻ വരച്ചിട്ടുണ്ടായിരുന്നു. ഇതൊരു സ്ട്രക്ചർ ആയിരുന്നു അല്ലേ? ഇതേപോലെ തന്നെ ഇതിനൊരു മോഷൻ കൊടുത്താൽ ഇത് ആസ് എ ഹോൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുമെന്നല്ലാതെ അതിന് ലിങ്ക് മാത്രം മാറുമൊന്നുമില്ല. സിമിലർലി ഇവിടെയും ഞാനൊരു മോഷൻ കൊടുത്താൽ ഈ മൊത്തം സിസ്റ്റം ടോട്ടൽ ലിങ്കേജിന് ഒരു അളക്കം ഉണ്ടാകുന്നുള്ളതല്ലാണ്ട് റിലേറ്റീവ് മോഷൻസ് ബിറ്റ്വീൻ ദ ലിങ്ക്സ് വോണ്ട് ബി ഒക്കറിങ്. Am I right or not? ശരിയാണോ ബോയ്സ്? Yes, sir. Yes, sir. മനസ്സിലാകുന്നില്ല? നിങ്ങൾക്ക് എവിടെയെങ്കിലും ഡൗട്ട് വരുന്നുണ്ടെങ്കിൽ അങ്ങോട്ട് ചോദിക്കണം. കാരണം ദിസ് ഈസ് എ ഡെഫിനിറ്റ് ക്വസ്റ്റ്യൻ. നിങ്ങളുടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിലും തന്നിട്ടുള്ളതാണ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത്. സോ ഉറപ്പായിട്ടും വരും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ടെൽ മീ
ഇതിന്റെ നമ്പർ ഓഫ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം കാൽക്കുലേറ്റ് ചെയ്യും. എന്നോട് പറ, ആൻസർ പറ. കിട്ടിയാ? 1 ആണ് സാർ. ഒരു ആൻസർ 1, വേറെയോ? 0 0 ഒരു ആൻസർ 0, വേറെയോ? വേറെ ആൻസർ ഉണ്ടോ? 0. 0. ഇനിയുണ്ടോ? സീറോ ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, 0 കിട്ടിയത് ശരിയാണ്. 0 കിട്ടാത്തവർ ശ്രദ്ധിക്കുക എങ്ങനെയാണ് ഇത് കാൽക്കുലേറ്റ് ചെയ്തതെന്നുള്ള. സി, ആദ്യമേ നമ്മൾ ലിങ്ക്സ് മാർക്ക് ചെയ്തു. സി, യൂഷ്വലി എപ്പോഴും നിങ്ങൾ ലിങ്ക് നമ്പർ 1 ഷുഡ് ബി ഗിവൺ ടു ദ ഫിക്സഡ് ലിങ്ക്. അതൊരു ജനറൽ അൺറിട്ടൺ റൂളാണ് ദാറ്റ് വി ഫോളോ വൈൽ സോൾവിങ് ദി ന്യൂമറിക്കൽസ് റിലേറ്റഡ് ടു മെക്കാനിക്സ് ഓഫ് മെഷീനറി. സിസ്റ്റം ലിങ്കേജസ് റിലേറ്റ് ചെയ്തിട്ടുള്ള ന്യൂമറിക്കൽസോ അല്ലെങ്കിൽ അതിൻ്റെ എന്തെങ്കിലും ഇതുപോലത്തെ കാൽക്കുലേഷൻസ് ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും യൂഷ്വലി ഫോളോ ചെയ്യുന്ന റൂൾ എന്ന് പറഞ്ഞാൽ ഓൾവേസ് നമ്പർ ഇറ്റ് സ്റ്റാർട്ടിങ് ഫ്രം ദ ഫിക്സഡ് ലിങ്ക്. സോ ഫിക്സഡ് ലിങ്കിന് 1 കൊടുക്കും. ഇനി ഈ പറഞ്ഞ റൂള് ഞാൻ നിങ്ങൾക്ക് ഇൻവേർഷൻ പഠിപ്പിക്കുമ്പോൾ ഒരു സ്പെഷ്യൽ സെക്ഷനിൽ ഞാൻ ഒന്ന് മാറ്റും. അത് ആ സെക്ഷൻ നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ മാറ്റുന്നത്. ഫോർ ഓൾ ദി അതർ പേർപ്പസസ്, ദാറ്റ് മീൻസ് ആ ഒരു ചെറിയ ഇൻവേർഷൻ പഠിപ്പിക്കുമ്പോൾ, സ്ലൈഡർ ക്രാങ്കിൻ്റെ ഇൻവേർഷൻ പഠിപ്പിക്കുമ്പോൾ ചെറിയൊരു മാറ്റം ഒഴിച്ചാൽ ബാക്കി എല്ലാ കാര്യത്തിലും, അതായത് ത്രൂ ഔട്ട് ദിസ് ഹോൾ സബ്ജക്റ്റ് വി വിൽ ഫോളോ ദ ദിസ് പ്രൊസീജിയർ ഫോർ നമ്പറിങ്. ദാറ്റ് മീൻസ് വി ഹാവ് ടു സ്റ്റാർട്ട് വിത്ത് ദ ഫിക്സഡ് ലിങ്ക്. സോ ഫിക്സഡ് ലിങ്ക് ഇവിടെ കാണിക്കുന്നത്, സി, ഫിക്സഡ് ലിങ്ക് എത്ര എണ്ണം ഒരു ലിങ്കിൽ കാണിച്ചാലും അതല്ല ഒരു സിംഗിൾ ലിങ്കാണ്. അത് പല പല ലിങ്കുകളല്ല. കാരണം പല ഭാഗത്ത് അതിൻ്റെ ഫിക്സേഷൻസ് വരുന്നു എന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. സോ ലിങ്ക് നമ്പർ 1 എന്നത് ഇങ്ങനെ മാർക്ക് ചെയ്യാം. ഈ 3 ഫിക്സഡ് പൊസിഷൻസും ലിങ്ക് നമ്പർ 1 ആണ്. ബാക്കിയുള്ള ലിങ്ക്സ് ഏതാ? ലെറ്റ് ദിസ് ബി 2, ലെറ്റ് ദിസ് ബി 3, ലെറ്റ് ഇറ്റ് ബി 4. ആൻഡ് ഹൗ വിൽ യു മാർക്ക് ദിസ് വൺ? ദിസ് ഈസ് 5th ലിങ്ക്. 5, 6, 7 ഇല്ല, ഇതൊരു സിംഗിൾ ലിങ്കാണ്. കാരണം ഞാൻ പറഞ്ഞു ഇതൊരു ലൂപ്പാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. സോ ദിസ് ഷുഡ് ബി മാർക്ക്ഡ് ആസ് എ സിംഗിൾ ലിങ്ക്. ഒരു പ്ലേറ്റ് പോലെ കണക്കാക്കിയാൽ മതി. ഒരു പ്ലേറ്റിന്റെ 3 ഭാഗത്ത് 3 ജോയിന്റുകൾ കൊടുക്കുന്നത് മാത്രമേ ഉള്ളൂ. പ്ലേറ്റ് ഈസ് എ സിംഗിൾ യൂണിറ്റ്. സോ n ഈസ് ഈക്വൽ ടു 5 കിട്ടി. അടുത്ത ജോയിൻസ് നോക്ക്. 1 ഉം 2 ഹിയർ യു ഹാവ് ബൈനറി ജോയിന്റ്. 1 ഉം 3 ഹിയർ അഗെയിൻ എ ബൈനറി. 1 ഉം 4 അഗെയിൻ എ ബൈനറി. ഇനി 2 ഉം 5 ഇതൊരു ടെർണറി ജോയിന്റ് അല്ല, ജസ്റ്റ് എ ബൈനറി ജോയിന്റ് ആണ്. കാരണം
ഫിഫ്ത്ത് വൺ ഈസ് എ സിംഗിൾ ലിങ്ക്. ആ സിംഗിൾ ലിങ്കിന്റെ ഒരു പോയിന്റിലാണ് ഈ സെക്കൻഡ് ലിങ്ക് പോയി ജോയിൻ ചെയ്യുന്നത്. സോ ദിസ് ബിക്കംസ് എ ബൈനറി ജോയിന്റ് ഓൺലി. 3ഉം 5ഉം ദിസ് ഈസ് എ ബൈനറി ജോയിന്റ്. 4ഉം 5ഉം ദിസ് ഈസ് അഗെയിൻ എ ബൈനറി ജോയിന്റ്. സോ ജെ ഈസ് ഈക്വൽ ടു ഹൗ മച്ച്? എത്ര എണ്ണം? 1 2 3 4 5 6. Again 6 ആണ്. So f will be 3 into n minus 1. That means n 5 ആണ്. So 4 minus 2 into j. This is 6. This will be 0. Good. 0 കിട്ടിയത് കറക്റ്റ് ആണ്. 0 കിട്ടാത്തവർ നിങ്ങൾക്ക് എവിടെയാണ് നിങ്ങൾ തെറ്റ് വരുത്തിയതെന്ന് നോക്കുക. കാരണം ഇത് മിസ്റ്റേക്ക് വരുത്തും. ആദ്യം ചെറിയ കൺഫ്യൂഷൻസ് ഉണ്ടാവും. ആ കൺഫ്യൂഷൻസ് മാറ്റാൻ വേണ്ടി ശ്രമിക്കുക. മാറുന്നില്ലെങ്കിൽ ഡു ആസ്ക് മീ. ഓക്കെ, ക്ലിയർ ആണോ ഇത്? ഈസ് ദിസ് ക്ലിയർ? Yes, sir. യെസ് സർ. ഓക്കെ ഓക്കെ ഓക്കെ, ഫൈൻ ഫൈൻ. അങ്ങനെയാണെങ്കിൽ ഈ റെഡിൽ മാർക്ക് ചെയ്തത് ഫിക്സഡ് ലിങ്ക് ആണ് മാർക്ക് ചെയ്യുന്നത്. കാൽക്കുലേറ്റ് ചെയ്യും. നമ്പർ ഓഫ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം.
ആൻസർ കിട്ടിയോ? Anyone? Tell me how many number of links are there in the mechanism? Boys, 8. let us see. 8 ആണോ നോക്കാം. See, this is the fixed part അല്ലേ? Now, the fixed part is shown here in the red markings and that is given to that one triad. ഒരു ട്രയാങ്കിൾ ഷേപ്പിലുള്ള ഹാച്ച് ചെയ്യപ്പെട്ട സാധനത്തിലാണ് ഞാൻ ആ ഫിക്സേഷൻ കൊടുത്തത്. ആൻഡ് യു ഡെഫിനറ്റ്ലി നോ, നമ്മളിപ്പോൾ ഇങ്ങനെ ഒരു സ്ട്രക്ചർ വരച്ച് അതിലിങ്ങനെ ഹാച്ച് ചെയ്താൽ ദിസ് റെപ്രസെൻറ്റ്സ് എ സിംഗിൾ ലിങ്ക്. ഞാനത് പറഞ്ഞു. ഇറ്റ് മസ്റ്റ് ബി ക്ലിയർ ബൈ നൗ. So that is representation of a single link alone. So this total thing is a fixed link which I am going to give the number as 1. I told you let us start numbering from the fixed links. So let it be link number 1. Now this ഒരു സെക്കൻഡ്. Okay, so that is link number 1. Next, towards the right of the first link, you have another triad. That is link number 2. Okay, നമുക്കിനി triads മാത്രം മാർക്ക് ചെയ്ത് നോക്കാം. This is link number 3. You have link number 4. Remaining ones ഏതൊക്കെയാ? 5, 6, 7 and 8. So total number of links are 8. Next, for calculating the degrees of freedom, what do you require? Number of lower pairs, which can be calculated by counting the number of joins in the setup. How are we going to calculate the joins? ഞാൻ പറഞ്ഞു ബൈനറീസ് ഏതാ, ടെർണറീസ് ഏതാ, ക്വാട്ടേണറീസ് ഏതാ എന്നുള്ള ജസ്റ്റ് മാർക്ക് ചെയ്തൊക്കെ അതിൻ്റെ വില. ഓരോ ലിങ്കിലേക്ക് വേറെ ഏതൊക്കെ ലിങ്കുമായിട്ട് കണക്ഷൻസ് വരുന്നുണ്ടത് എന്ന് മാത്രം നോക്കിയാൽ മതി. ലിങ്ക് 1ഉം 6ഉം തമ്മിൽ ഇവിടെ മേക്കിംഗ് എ ബൈനറി ജോയിന്റ്. ലിങ്ക് 1ഉം 2ഉം തമ്മിൽ അഗെയിൻ ബൈനറി. ലിങ്ക് 1ഉം 7ഉം തമ്മിൽ ബൈനറി. ലിങ്ക് 2ഉം 5ഉം തമ്മിൽ ബൈനറി. ലിങ്ക് 2 8ഉം തമ്മിൽ ബൈനറി. 5 നോക്ക്, 5ഉം 2ഉം തമ്മിലായി. 5ഉം 4ഉം തമ്മിൽ ബൈനറി. 4 നോക്ക്, 4ഉം 6ഉം തമ്മിൽ ബൈനറി. 4ഉം 3ഉം തമ്മിൽ അഗെയിൻ ബൈനറി. 3 നോക്ക്, 3ഉം 4ഉം ആയി. 3ഉം 7ഉം തമ്മിൽ they have to make a binary here. 3ഉം 8ഉം തമ്മിൽ ഒരു ബൈനറി. എല്ലാം കംപ്ലീറ്റ് ആയില്ലേ? എവിടെയെങ്കിലും ജോയിന്റ് മാർക്ക് ചെയ്യാൻ ബാക്കിയുണ്ടോ നോക്കിയാൽ? 8ന്റെ 2 ഭാഗത്തും ജോയിൻസ് ഉണ്ട്. 2ന്റെ 3 പോയിന്റ്സിൽ ജോയിൻസ് ഉണ്ട്. 4ന്റെ 3 പോയിന്റ്സിലുണ്ട്. 3ന്റെ 3 പോയിന്റ്സിലുണ്ട്. 1ന്റെ 3 പോയിന്റ്സിലുണ്ട്. 6ന്റെ 2ലും ഉണ്ട്. 5ന്റെ 2ലും ഉണ്ട്. കറക്റ്റ് അല്ലേ? Yes, sir. Yes, sir. Now count them. 1 2 3 4 5 6 7 8 9 10. 10 ആണോ കിട്ടിയത്? Good. Now calculate degrees of freedom. F is equal to 3 into 8 minus 1 minus 2 into 10. What is the answer? 1. Para? 1. 1. Very good. So this is a mechanism with a number of links arranged in such a manner that it will have a single mobility. Single mobility എന്ന് പറഞ്ഞാൽ simply if you give an input motion to any one of the links, you can exactly find out the positions of all the other relative links at any instant of time.
അത് ആ ഒരു ഫസ്റ്റ് മോഷന്റെ ക്യാരക്ടറിസ്റ്റിക്സ് മാത്രം മനസ്സിലാക്കിയാൽ മതി. എൽസ് ഇപ്പോൾ ഫസ്റ്റ് മോഷൻ കൊടുത്തിട്ട് നമ്മൾ വെക്കുന്നതെന്ന് വിചാരിക്കുക. ഇമാജിൻ എ 4 ബാർ ലിങ്കേജ്. വി ആർ ഗിവിംഗ് ആൻ ഇൻപുട്ട് മോഷൻ, ഒരു ചെറിയൊരു ആംഗുലാർ മോഷൻ കൊടുക്കുന്നു ലിങ്ക് നമ്പർ 1 അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ലിങ്കിന് കൊടുക്കുന്നു. സോ ഏതെങ്കിലും ഒരു ഇൻസ്റ്റന്റിൽ ഇത് മൂവ് ചെയ്യുമ്പോൾ നമ്മളൊരു ഫോട്ടോ എടുക്കുന്നതായിരിക്കും. ആ ഫോട്ടോ എടുക്കുമ്പോൾ ഓരോ ലിങ്കിന്റെ ഓറിയന്റേഷൻ, അതിന് ഇൻക്ലിനേഷൻ, അതായത് എത്ര ആംഗിളിൽ ചെരിഞ്ഞിട്ടാണ് ഉള്ളത്, നമ്മൾ ഇൻപുട്ട് മോഷൻ കൊടുത്ത ലിങ്ക് എത്ര ആംഗിളിൽ ചെരിഞ്ഞിട്ടാണ് ഉള്ളത്. ഇഫ് യു ക്യാൻ ഫൈൻഡ് ഔട്ട് ദാറ്റ് പെർട്ടിക്കുലർ ആംഗിൾ, that is sufficient to locate the positions of all the other relative links. അതാണ് ഈ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം 1 എന്നുള്ളതിൻ്റെ അർത്ഥം. ദാറ്റ് ഐ ഹാവ് എക്സ്പ്ലെയിൻഡ് ഓൾറെഡി. ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത്. ഓക്കെ, ഐ വിൽ ഗിവ് യു എൻ എക്സാമ്പിൾ. ഒരു അസൈൻമെന്റ് വേണ്ട, നിങ്ങൾ നോട്ടിൽ ചെയ്യേണ്ട ഒരു സാധനം ഞാൻ തരാം. യു ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദി ആൻസർ ആൻഡ് മൺഡേ കോളേജിൽ വരുമ്പോൾ കൊണ്ടുവരിക. ഓക്കെ, സി ഞാൻ തരുന്നത് ഇപ്പം നിങ്ങൾ ഗൂഗിളൊക്കെ സെർച്ച് ചെയ്താലും ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ ടെക്സ്റ്റ് ബുക്സിൻ്റെ മെറ്റീരിയൽസും പഴയ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൻ്റെ സാധനങ്ങളെല്ലാം നിങ്ങൾക്ക് കിട്ടും. ഡോണ്ട് ഡു ദാറ്റ്. യു ഹാവ് ടു തിങ്ക് ഓൺ യുവർ സെൽഫ്സ്. കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടോ നോക്ക്. ബിക്കോസ് ദിസ് ഇസ് ഇമ്പോർട്ടൻറ്റ്. യു വിൽ ഹാവ് ടു സോൾവ് ഇറ്റ് ഇൻ ദ യൂണിവേഴ്സിറ്റി. നമ്മൾ ആരെങ്കിലും നോക്കി ചെയ്തുകൊണ്ട് കാര്യമൊന്നുമില്ല. ഓക്കെ, നോട്ട് ഡൗൺ ദിസ് എക്സാമ്പിൾ. ഞാൻ തരുന്ന ഈ എക്സാമ്പിൾ ഒന്ന് നോട്ട് ചെയ്യുക, എന്നിട്ട് കണ്ടുപിടിച്ചിട്ട് വരിക. ഒന്ന് ചിന്തിക്കേണ്ടതാണ്. Take down this one, find out the answer. ഇതിൻ്റെ നമ്പർ ഓഫ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, വേറൊരു കാര്യം ചോദിക്കട്ടെ. ഞാൻ നിങ്ങൾക്ക് അറ്റൻഡൻസ് എടുക്കുമ്പോൾ നിങ്ങൾ ആൻറ്റി റാഗിങ്ങിൻ്റെ അത് കംപ്ലീറ്റ് ചെയ്തോ ഇല്ലയോ എന്നും കൂടി പറയാം കേട്ടോ.